ടെല്ല PSCയുടെ പ്രോജക്ട് 5am സെഷനിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മലയാളം ക്ലാസ്സിൽ, അതായത് ഇന്ന് നമ്മുടെ ഒരു പ്രോജക്ട് 5amന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നൊരു എഴുത്തുകാരനെ പരിചയപ്പെടുകയാണ്. ഓക്കെ, അപ്പോ നമ്മളെപ്പോഴും ജ്ഞാനപീഠം കിട്ടിയ ആൾക്കാരെയൊക്കെ ഉറപ്പായിട്ട് നമ്മൾ പഠിക്കും. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെയും നമ്മൾ പഠിക്കണ്ടേ? അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഇപ്പോൾ വരുന്നില്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് OV വിജയനെ ഒന്ന് പരിചയപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ, അദ്ദേഹത്തിന്റെ കൃതികൾ, കഥാപാത്രങ്ങൾ, അവാർഡുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഓരോ എഴുത്തുകാരെയും പരിചയപ്പെടുന്നതിലൂടെ കിട്ടും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് OV വിജയന്റെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ എഴുത്തുകാരെ എല്ലാം ഓരോ ക്ലാസ്സുകളിലായിട്ട് പരിചയപ്പെടും. അപ്പോൾ സമഗ്രമായിട്ട്, അതായത് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഉപകരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പോ OV വിജയൻ, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം കണ്ടോ? ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ. നമ്മുടെ പരീക്ഷയ്ക്ക് ചില അവസരങ്ങളിൽ ഇങ്ങനെ ഫുൾ നെയിം ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ അതിന് ഉപകരിക്കും. OV വിജയൻ. OV വിജയന്റെ ഫുൾ നെയിം എന്താണെന്ന് കണ്ടോ? ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ. നമ്മുടെ പരീക്ഷയ്ക്ക് എഴുത്തുകാരനെ തിരിച്ചറിയാന്നുള്ള സെഷൻ ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ ഒന്ന് വെച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്രം കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഓട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്ന OV വിജയന്റെ ചിത്രമാണ് ഇത്. അപ്പോൾ അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, അദ്ദേഹത്തിന്റെ കൃതികള്, കഥാപാത്രങ്ങള്, അവാർഡുകള് ഒക്കെ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. നോക്കിയേ, പാലക്കാട്ടെ വിളയഞ്ചാത്തന്നൂരിൽ ജനനം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായില്ലേ? അദ്ദേഹം പാലക്കാട് ജില്ലക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാറ്റ്, കരിമ്പന ഒക്കെ ഒരു ബിംബമായിട്ട് കടന്നു വരാറുണ്ട്. ഒരു LDC ചോദ്യമായിരുന്നു, കരിമ്പന പട്ടകളിലെ കാറ്റ് എന്നൊക്കെ പറഞ്ഞൊരു പാരഗ്രാഫ് തന്നിട്ട് ഈ ആമുഖം ഏത് നോവലിലാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഓപ്ഷനിൽ ആടു ജീവിതവും ഖസാക്കിന്റെ ഇതിഹാസവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ഓർമ്മയൊക്കെ വരികയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ പാലക്കാട്ടെ വിളയഞ്ചാത്തന്നൂരിൽ ജനിച്ചു. അദ്ദേഹം കഥാകൃത്തായിരുന്നു അല്ലെ? നമുക്കറിയാം, കടൽ തീരത്ത് എന്നൊക്കെ പറയുന്ന കഥ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിൻ്റെതാണ്. അതേപോലെ നോവലിസ്റ്റ് ആണ് അദ്ദേഹം. ഒന്നാം തരം കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കാർട്ടൂണുകളൊക്കെ അദ്ദേഹത്തിന്റെ സ്മാരകത്തിൽ ഇപ്പോഴും നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. അതുപോലെ അദ്ദേഹം ചിന്തകൻ, പ്രഭാഷണങ്ങളും ഒക്കെ നടത്തിയിരുന്ന ആളാണ്. കോളമിസ്റ്റ്, ചില പത്രത്തിലെയൊക്കെ, അതായത് ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രത്തിലൊക്കെ അദ്ദേഹം ജോലി നോക്കിയിരുന്നു. അപ്പോൾ പത്രത്തിലേക്ക് കോളമിസ്റ്റ് ആയിട്ട് ജോലി നോക്കിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളിലേക്ക് നമുക്കൊന്ന് പോവാം. അദ്ദേഹത്തെ മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതികളിലേക്ക് പോവാം. ഖസാക്കിന്റെ ഇതിഹാസം, അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ആണ് ഖസാക്കിന്റെ ഇതിഹാസം. അപ്പോ ആധുനിക നോവലിലെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോവൽ ആണ് ഏത്? ഖസാക്കിന്റെ ഇതിഹാസം. അപ്പോ ഖസാക്കിന്റെ ഇതിഹാസം എന്താണ് പ്രത്യേകത? ആധുനിക നോവലിലെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. രവി, നമ്മുടെ പ്രധാന കഥാപാത്രത്തെ കിട്ടിയില്ലേ? അപ്പോ രവി എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? ഖസാക്കിന്റെ ഇതിഹാസത്തിലേതാണ്. അപ്പോൾ രവി ഒരു ഏക അധ്യാപക വിദ്യാലയം സ്ഥാപിക്കാനായിട്ട് ഒരാളുടെ ഞാറ്റുപുരയിൽ വന്ന് താമസിക്കുന്നതും ഒക്കെയാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പോൾ ഇതിലെ നായകന്റെ പേര് മറക്കരുത്. ഇപ്പൊ കഥാപാത്രങ്ങളെ ചോദിക്കുന്ന സമയത്ത് ഇത് ഉപകരിക്കും. രവി തന്റെ ജീവിതയാത്രയിൽ ഖസാക്ക് എന്ന താവളത്തിൽ ചെലവഴിച്ച ദിവസങ്ങളുടെ കഥയാണ് ഈ ഖസാക്കിന്റെ ഇതിഹാസം നോവലിൽ പറയുന്നത്. അപ്പൊ ആ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ കവർ പേജാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇത് പരീക്ഷാ ചോദ്യമായിരുന്നു. നിങ്ങൾക്കറിയാം, കൂമൻകാവിൽ ബസ് അവസാനമായി എത്തിയപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്നാരംഭിക്കുന്ന മലയാള നോവൽ ഏത്? അതേതാണ്? ഖസാക്കിന്റെ ഇതിഹാസമാണ്. അപ്പൊ നമ്മൾ ഇതൊരിക്കലും ഒരു ഒരു വിക്കിപീഡിയ അങ്ങനെ അതുപോലെ നോക്കി നമ്മൾ തയ്യാറാക്കിയ നോട്ട്സേ അല്ല. നിങ്ങൾ മനസ്സിലാക്കുക, പല പല പരീക്ഷകൾക്ക് OV വിജയനെ കുറിച്ച്, അതായത് അധ്യാപക പരീക്ഷകൾക്കുൾപ്പെടെ OV വിജയനെ കുറിച്ച് വന്ന വിവരങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മളിപ്പോ ഇന്ന് OV വിജയനെ മനസ്സിലാക്കലാണ് ഇവിടെ നടക്കുന്നത് അല്ലെ? ഇപ്പൊ കൂമൻകാവിൽ ബസ് അവസാനമായി എത്തിയപ്പോൾ രവിക്ക് ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്നാരംഭിക്കുന്ന മലയാള നോവലാണ് ഇത് ഖസാക്കിന്റെ ഇതിഹാസം.
അടുത്ത നോക്കിയേ, ഇതിന്റെ ഇംഗ്ലീഷ് വർത്തനത്തിന്റെ പേര് കണ്ടോ, ദ ലെജൻഡ് ഓഫ് ഖസാക്ക് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് വർത്തനത്തിന്റെ പേര്. അപ്പൊ ഇതിന് കിട്ടിയ അവാർഡുകൾ നോക്കിയേ, മുട്ടത്തുവർക്കി അവാർഡും ഓടക്കുഴൽ അവാർഡുമാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു അബദ്ധധാരണയാണ് അല്ലെ. ഇപ്പൊ ഒ വി വിജയന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും നേടിക്കൊടുത്ത കൃതി ഏത് എന്ന് ഒരു അധ്യാപക പരീക്ഷയിലെ ചോദ്യമായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും വിചാരിക്കുക ഖസാക്കിന്റെ ഇതിഹാസമാണ് എന്നാണ്. അപ്പൊ ഈ അവാർഡുകളൊക്കെ ഒ വി വിജയന് കിട്ടിയിട്ടുണ്ട്, അത് ഖസാക്കിന്റെ ഇതിഹാസമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോ ഖസാക്കിന്റെ ഇതിഹാസത്തിന് കിട്ടിയ അവാർഡുകൾ മുട്ടത്തുവർക്കി അവാർഡും ഓടക്കുഴൽ അവാർഡുമാണ്. ശ്രദ്ധിക്കുമല്ലോ, ഇതെങ്ങനെയായിരിക്കും ചോദ്യം വരിക? ഒ വി വിജയന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതാണെന്ന് കിട്ടിയല്ലോ. ഏതാണ്? ഖസാക്കിന്റെ ഇതിഹാസം. അല്ലെങ്കിൽ ചോദിക്കുക എങ്ങനെയാണ്, പിന്നെ മുട്ടത്തുവർക്കി അവാർഡ് പിന്നെ നമ്മുടെ ഒ വി വിജയന് മുട്ടത്തുവർക്കി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏത് എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കൃതി ഏത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കാം. അതിനകത്തെ കഥാപാത്രങ്ങളെ കണ്ടോ, രവി നായകനാണ്, പത്മ ഇത് തിരുവനന്തപുരം LD ചോദ്യമായിരുന്നില്ലേ, അപ്പുക്കിളി, മൈമുന, അള്ളാപ്പിച്ച മൊല്ലാക്ക, കപ്പുവച്ചൻ, പൂശാരി മാധവൻ നായർ ഒക്കെ കഥാപാത്രങ്ങളായി വരുന്ന നോവലാണ് ഏത്? ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. അപ്പോ ഖസാക്കിന്റെ ഇതിഹാസം പരിചയപ്പെട്ടല്ലോ. അടുത്തയിലേക്ക് നോക്കാം നമുക്ക്. ധർമ്മപുരാണം. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വർത്തനത്തിന്റെ പേര് കണ്ടോ, ദ സാഗ ഓഫ് ധർമ്മപുരി എന്നാണ്. അപ്പോ ഇതിന്റെ പ്രത്യേകത, ഈ കവർ പേജ് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ കവർ പേജ്. അപ്പോ ഇതിനകത്തെ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ആ ഒരു നമ്മളൊരു കാണുന്നുണ്ടോ, ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ, ഇതാണ് അതിന്റെ കവർ പേജ്. അപ്പോ അധികാരത്തിന്റെ ആധിപത്യത്തിൽ അമർന്നു ഞെരിയുന്ന മനുഷ്യജന്മങ്ങളുടെ നിലവിളിയായി വാഴ്ത്തപ്പെടുന്ന നോവൽ ആണ് ഏത്? ഖസാക്കിന്റെ ഇതിഹാസം. അപ്പോ ആ ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക. ഏതാണ്? അപ്പോ നമുക്ക് രണ്ടാമത്തെ നോവൽ പരിചയപ്പെടാം, ധർമ്മപുരാണം. അടുത്ത നോവലാണ്. അപ്പൊ അതിന്റെ കവർ പേജ് കാണുന്നുണ്ടല്ലോ, ചിത്രത്തിൽ ഒരാളെ നമുക്ക് കാണാം. ആ ഇരിക്കുന്നത് ആരാണെന്നറിയാവോ? അധികാരിയാണ്, പ്രജാപതിയാണ്, നാട്ടിലെ അധികാരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രജാപതി, സിദ്ധാർത്ഥൻ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന നോവൽ എന്നുള്ളതായിരുന്നു ഒരു PYQ. അപ്പോ അധികാരത്തിന്റെ ആധിപത്യത്തിൽ അമർന്നു ഞെരിയുന്ന മനുഷ്യജന്മങ്ങളുടെ നിലവിളിയായി വാഴ്ത്തപ്പെടുന്ന നോവൽ. അപ്പോ ധർമ്മപുരി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക രാജ്യം, അവിടുത്തെ അധികാരിയാണ് പ്രജാപതി. അപ്പോ അധികാരികൾക്ക് ഒരു നിയമം, താഴേക്കിടയിൽ ുള്ളവർക്ക് മറ്റൊരു നിയമം, അതിനെതിരെ ശബ്ദമുയർത്തിയ നോവലായിരുന്നു ഏത്? ധർമ്മപുരാണം. അപ്പൊ ഒ വി വിജയന്റെ ആക്ഷേപഹാസ്യ നോവലാണ് ഏത്? ധർമ്മപുരാണം. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. അപ്പോ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കാത്ത ശുദ്ധീകരണ പ്രവൃത്തി എന്ന് ഒ വി വിജയൻ തന്നെ വിശേഷിപ്പിച്ച നോവലായിരുന്നു ഏത്? നമ്മുടെ ധർമ്മപുരാണം എന്ന് പറയുന്നത്. അപ്പോ പ്രജാപതി, സിദ്ധാർത്ഥൻ, ലാവണ്യ, രുമണ്വാൻ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന നോവലാണ് ഏത്? ധർമ്മപുരാണം. രുമണ്വാൻ. ഓക്കെ, അപ്പൊ രുമണ്വാൻ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത നോക്കിയേ, വളരെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഏത്? ഗുരുസാഗരം. അതിന്റെ ഇംഗ്ലീഷ് വർത്തനത്തിന്റെ പേര് കണ്ടോ, ദ ഇൻഫിനിറ്റി ഓഫ് ഗ്രേസ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് വർത്തനത്തിന്റെ പേര്. അപ്പൊ ഇത് തന്നെ ഒരു PYQ ആണ്. തൂതപ്പുഴ പശ്ചാത്തലമാക്കി ഒ വി വിജയൻ എഴുതിയ നോവൽ ഏതാണത്? ഗുരുസാഗരമാണ്. അപ്പോ 1971 ഇന്ത്യ പാക് യുദ്ധം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഡൽഹിയിൽ പോയി താമസിക്കുന്ന കുഞ്ഞുണ്ണിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അതൊരു LDCയുടെ മുൻവർഷ ചോദ്യമായിരുന്നു. കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രം? ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പോ ആഴത്തിൽ പടരുന്ന ദുരന്തബോധമാണ് ഇതിനകത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോ ആഴത്തിൽ പടരുന്ന ദുരന്തബോധം പ്രമേയം. ഓക്കെ, അപ്പോ കേന്ദ്ര കഥാപാത്രം, അത് നമ്മൾ കഥാപാത്രത്തെ അല്ലാതെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞുണ്ണി ആണ് PYQ. കുഞ്ഞുണ്ണി, ശിവാനി, കല്യാണി എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന ഒ വി വിജയന്റെ നോവൽ. അപ്പോ ഇത് അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ഇതൊരു മുൻവർഷ ചോദ്യമാണ്. അപ്പൊ ഒ വി വിജയന് വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിക്കൊടുത്ത നോവൽ അതേതാണ്? നമ്മുടെ ഗുരുസാഗരമാണ്. അപ്പൊ നമ്മൾ 3 നോവലാണ് പരിചയപ്പെട്ടത്. ഏതൊക്കെ?
ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, അടുത്തതാണ് ഗുരുസാഗരം. ശ്രദ്ധിക്കുമല്ലോ. അപ്പോ 3 അവാർഡുകൾ ഓർത്തിരിക്കുക. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്. അടുത്ത നോക്കിയേ, മധുരം ഗായതി. OV വിജയന്റെ പരിസ്ഥിതി നോവൽ എന്നുള്ള പ്രത്യേകതയാണ് ഏതിനുള്ളത്? മധുരം ഗായതിക്കുള്ളത്. അതായത് OV വിജയന്റെ പരിസ്ഥിതി നോവൽ. ഓക്കെ, OV വിജയന്റെ പരിസ്ഥിതി നോവലാണ് ഏത്? മധുരം ഗായതി. പുരാണവും ആത്മീയതയും പരിസ്ഥിതി ശാസ്ത്രവും കൂടി ഒക്കെ കൂടിച്ചേരുന്ന ഒരു നോവലാണ്. അപ്പോ ആൽമരം, ഇത് നല്ലൊരു ചോദ്യമാണ്. ആൽമരത്തെ പ്രണയിക്കുന്ന സുകന്യയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ആൽമരം, സുകന്യ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന OV വിജയന്റെ നോവൽ. OV വിജയന്റെ പരിസ്ഥിതി നോവൽ എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. OV വിജയന്റെ പരിസ്ഥിതി നോവൽ ഏതാണ്? മധുരം ഗായതി. അപ്പോ കുഞ്ഞുണ്ണി കഥാപാത്രമായി വരുന്ന നോവൽ പരിചയപ്പെട്ടു, രവി കഥാപാത്രമായി വരുന്ന നോവൽ പരിചയപ്പെട്ടു, പ്രജാപതി, സിദ്ധാർത്ഥൻ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന നോവൽ പരിചയപ്പെട്ടു. അടുത്തതാണ് ഏത്? ആൽമരം, സുകന്യ. അപ്പോ മധുരം ഗായതി. അടുത്ത് നോക്കാം, അടുത്തൊരു നോവൽ പരിചയപ്പെടുന്നു, പ്രവാചകന്റെ വഴി. പ്രവാചകന്റെ വഴി. അപ്പോ നമ്മൾ പറഞ്ഞല്ലോ OV വിജയൻ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. കാർട്ടൂണിസ്റ്റ് നാരായണനെ കേന്ദ്ര കഥാപാത്രമാക്കി OV വിജയൻ എഴുതിയ നോവലാണ് ഏത്? പ്രവാചകന്റെ വഴി. ഇപ്പോ ആധുനിക ഇന്ത്യയെ ഗ്രസിച്ചിരിക്കുന്ന കപട ദേശീയതയുടെ മിഥ്യകൾ ഒരു കാർട്ടൂണിസ്റ്റിന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന നോവലാണ് ഏത്? പ്രവാചകന്റെ വഴി. ഇതെങ്ങനെയൊക്കെ ചോദ്യം വരാം? പ്രവാചകന്റെ വഴി എന്ന നോവൽ എഴുതിയത് ആരെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റ് നാരായണൻ കഥാപാത്രമായി വരുന്ന നോവൽ ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ചോദ്യം വരുന്ന രീതി മനസ്സിലായല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഈ പ്രോജക്ട് 5AM ഭാഗമായിട്ട് പരിചയപ്പെടുക. ഓരോ എഴുത്തുകാരനെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിചയപ്പെടും. വൊക്കാബുലറി സൈഡ് ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള കണ്ടന്റുകളും പഠിക്കും. അടുത്തത് നോക്കിയേ, OV വിജയന്റെ അവസാന നോവൽ തലമുറകൾ. അപ്പോ അതിന് 1999 MB പോളിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് കിട്ടിയിരുന്നു. ജാതിയെ പുറന്തള്ളാൻ നിശ്ചയിക്കുന്ന അതാണ് പിന്നെ പുറന്തള്ളാൻ നിശ്ചയിക്കുന്ന 3 തലമുറകളുടെ കഥ പറയുന്ന നോവലാണ് ഏത്? തലമുറകൾ. OV വിജയന്റെ അവസാന നോവലാണ് ഏത്? തലമുറകൾ. ഇത് ഇത്രയും ഓക്കെ അല്ലേ? അപ്പോ OV വിജയന്റെ നോവലുകൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാ നമുക്ക് ചോദ്യം വരിക? കൃതികൾ ചോദിക്കാം, ആരെഴുതിയതാണെന്ന് ചോദിക്കാം കൃതികൾ തന്നിട്ട്, അല്ലെങ്കിൽ OV വിജയന്റെ നോവലുകളുടെ ശരിയായ ക്രമം ഏത് എന്ന് ചോദിക്കാം, അല്ലെ? അവാർഡുകൾ ചോദിക്കാം, കഥാപാത്രങ്ങൾ ചോദിക്കാം, കണ്ടന്റ് ചോദിക്കാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു സെഷൻ ഉപകരിക്കും. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു പഠനം ഉപകരിക്കും. അപ്പോൾ നമ്മൾ OV വിജയന്റെ നോവലുകൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്തത് ഏതിലേക്ക് പോവുകയാണ്? OV വിജയന്റെ കഥകളിലേക്ക് പോവുകയാണ്. OV വിജയന്റെ ആദ്യ കഥ എന്ന് പറയുന്നത് 1953 ജയകേരളം മാസികയിൽ പ്രസിദ്ധീകരിച്ച ഏത്? പറയൂ ഫാദർ ഗോൺസാൽവസ് ആണ് OV വിജയന്റെ ആദ്യ കഥ. ശ്രദ്ധിക്കുമല്ലോ. അതിന് അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും കുറച്ചെങ്കിലും പറയാണ്. ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി, അശാന്തി, ബാലബോധിനി, കടൽ തീരത്ത്, കാറ്റുപറഞ്ഞ കഥ, പാറകൾ, എട്ടുകാലി, ഇതൊരു പിവയ്ക്കുവാണ്, ചെങ്ങന്നൂർ വണ്ടി, ചവിട്ടുവണ്ടി, ഒരു യുദ്ധത്തിന്റെ ആരംഭം, ഒരു യുദ്ധത്തിന്റെ അവസാനം, ഒരു യുദ്ധത്തിന്റെ ആരംഭം, ഒരു യുദ്ധത്തിന്റെ അവസാനം, ഭൂതപ്രബന്ധവും മറ്റു കഥകളും. അപ്പൊ കഥയിൽ നിന്ന് ഇതേവരെ വന്ന ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ LDCക്ക് ഒരുപാട് തവണ ചോദിച്ചു കടൽ തീരത്ത് ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതി. മറ്റൊരു പരീക്ഷയിൽ ചോദിച്ചു വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രം. അതാണ് വന്നത്. അധ്യാപക പരീക്ഷകളിൽ ഒരു HSA മലയാളത്തിന് ചോദിച്ച ചോദ്യമായിരുന്നു ചെങ്ങന്നൂർ വണ്ടി എന്ന കഥ എഴുതിയതാര്. ഒരു സെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു ഒരു പിന്നെ യുദ്ധത്തിന്റെ ആരംഭം, ഒരു യുദ്ധത്തിന്റെ അവസാനം എന്നീ കഥകൾ എഴുതിയതാര് എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാമാണ് കഥയിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ. ഇനി അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഒരു കാർട്ടൂൺ സംബന്ധിയായ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏതാണ്? ഇത്തിരി നേരം പോക്ക്, ഇത്തിരി ദർശനം. അടുത്തത് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണ്. ഏതൊക്കെ? ഘോഷയാത്രയിൽ തനിയെ,
ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്കായി. അടുത്തതാണ് ഏത്? ഇതിഹാസം എന്റെ ചരിത്രാന്വേഷണ പരീക്ഷകൾ. ക്ലിയർ അല്ലേ? അപ്പോ എന്റെ ചരിത്രാന്വേഷണ പരീക്ഷകൾ, ഇതിഹാസത്തിന്റെ ഇതിഹാസം. അപ്പൊ അത് ഏത് നോവലിനെ അധികരിച്ചുള്ള പഠനമായിരിക്കും? നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കിയുള്ള ഒരു പഠനമാണ്. ഏതൊരു ലേഖനമാണ്, പഠനമല്ല ലേഖനമാണ്, ശ്രദ്ധിക്കാം, ഒരു ലേഖനമാണ്. ഏത്? ഇതിഹാസത്തിന്റെ ഇതിഹാസം. ഇപ്പോ ഘോഷയാത്രയിൽ തനിയെ, ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്കായി, ഇതിഹാസത്തിന്റെ ഇതിഹാസം, എന്റെ ചരിത്രാന്വേഷണ പരീക്ഷകൾ. ഓക്കെ, ഇനി അദ്ദേഹത്തെ കുറിച്ച് ലഭ്യമായ കുറച്ച് കാര്യങ്ങളും കൂടി പറയാണ്. ദ സ്റ്റേറ്റ്സ്മാൻ, ദ ഹിന്ദു തുടങ്ങിയ വാർത്താ പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിന്റെ പശ്ചാത്തലത്തിൽ തസ്രാക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്ടെ തസ്രാക്കിലാണ് ഒ വി വിജയൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ നല്ല റാങ്ക് മേക്കിംഗ് ടൈപ്പ് ഒരു ചോദ്യമാണ്. എന്ത്? അപ്പോ മലയാളത്തിലെ പ്രശസ്ത നിരൂപകനാണ് PK രാജശേഖരൻ. അദ്ദേഹം ഒ വി വിജയൻ കൃതികളെ കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിന്റെ പേര് എന്താണ്? പിതൃഘടികാരം. നല്ലൊരു ചോദ്യം അല്ലേ? അപ്പോ ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കി മലയാളത്തിലെ പ്രശസ്ത നിരൂപകനായ PK രാജശേഖരൻ നടത്തിയ പഠനമാണ് എന്ത്? പിതൃഘടികാരം. നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ചോദ്യം. അപ്പോ നമ്മൾ ഒ വി വിജയനെ കുറിച്ച് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അപ്പോൾ താഴെ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ എഴുത്തുകാരുടെ ശരിയായ ക്രമം എന്നൊക്കെ. അപ്പൊ നമ്മൾ ക്ലാസ്സുകളിൽ എഴുത്തച്ഛൻ പുരസ്കാരം ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷേ അതിലുപരി ഇങ്ങനെ കേട്ടൊരു ശീലം വന്ന ഇപ്പൊ ഒ വി വിജയൻ ഓപ്ഷനിലുണ്ട്, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ സെപ്പറേറ്റ് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. അപ്പൊ അദ്ദേഹത്തിന് 2001 എന്ത് കിട്ടി? എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടി. അതേ വർഷം തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പും കിട്ടി. 2003 അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടി. 2005 അദ്ദേഹത്തിന് 2004 അദ്ദേഹത്തിന് മാതൃഭൂമി സാഹിത്യ അവാർഡ് കിട്ടി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 2005 വരെയാണ്. 2004 അദ്ദേഹത്തിന് മാതൃഭൂമി സാഹിത്യ അവാർഡ് കിട്ടി. 2005 അദ്ദേഹം മരിക്കുകയും ചെയ്തു, നമ്മെ വിട്ടു പോവുകയും ചെയ്തു. അപ്പൊ ഇതാണ് ഒ വി വിജയനെ കുറിച്ച് മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒ വി വിജയന്റെ കൃതികളും പ്രധാന കഥാപാത്രങ്ങളും അവാർഡുകളും ഒക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചില്ലേ? ഇതേപോലെ വരും ക്ലാസ്സുകളിലും നമ്മൾ ഓരോ എഴുത്തുകാരെയും വിശദമായിട്ട് പരിചയപ്പെടും. അപ്പോ കൃതികള്, കഥാപാത്രങ്ങള്, അവാർഡുകള് ഒക്കെ പഠിക്കാൻ നമുക്ക് ഈ ഒരു സെഷൻ ഉപകരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് എവർക്കും ഈ പ്രോജക്റ്റ് നമ്മുടെ എല്ലാ PSCയുടെ പ്രോജക്ട് 5AM ഭാഗമായിട്ടുള്ള ഈ ഒരു ക്ലാസ് എവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും വ്യത്യസ്തതയുള്ള കുറച്ച് ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.